വിസർഗാന്തോ, സാനുസ്വാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുസ്വാരേണ സഹവർത്തത എന്നുള്ളത് അനുസ്വാരത്തോടു കൂടിയുള്ളത്. വിസർഗാന്തോ, വിസർഗം അവസാനം വിസർഗം വരണത്, അല്ലെങ്കിൽ ആ ലെറ്ററിന്റെ ലാസ്റ്റ് വിസർഗം വരികയാണെങ്കിൽ അത്. പിന്നെ ദീർഘമായിട്ടുള്ള അക്ഷരം. യുക്തപരശ്ച, യുക്തപരം എന്ന് പറഞ്ഞാൽ യുക്തം എന്ന് പറയുന്നത് സംയുക്താക്ഷരത്തിനെയാണ്. ആ സംയുക്താക്ഷരത്തിന് പരമായിരിക്കുന്ന ഈ വർണ്ണങ്ങളൊക്കെ, ഈ അക്ഷരങ്ങളൊക്കെ എന്താണ്? ദീർഘമാണ്. അപ്പൊ ഇതൊക്കെ ദീർഘം. പിന്നെ സാമാന്യമായിട്ട് ആ വരിയുടെ ഏറ്റവും അവസാനത്തെ അക്ഷരവും നമ്മള് ഗുരുവായിട്ട് തന്നെയാണ് പറയാറ്. അപ്പൊ ഗുരുവിനാണ് ഒരുപാട് ചാൻസ്, ലഘുവിനാകെ ഒറ്റ ചാൻസേ ഉള്ളൂ. എന്താണ്? ഹ്രസ്വമായിട്ടുള്ള അക്ഷരമാണ് ലഘു. ബാക്കിയെല്ലാം ഗുരുവാണ്. അപ്പൊ അതിന്റെ ലക്ഷണമൊന്നും നമ്മൾ പഠിക്കണം എന്നൊന്നുമില്ല. മലയാളത്തിൽ പറയും. മലയാളത്തിനൊന്നും ഞാൻ ഇപ്പൊ പറയില്ല, നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കാം എന്തൊക്കെയാണ് ഗുരുവിന്റെ ലക്ഷണം. ചിലപ്പോ ചോദിച്ചാല് സാനുസ്വാരഹ കഹ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാം ദീർഘ. വിസർഗാന്തഹ കഹ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം എന്ത്? ഗുരുവാണെന്ന് എഴുതാം. ദീർഘാക്ഷരം ഏതാന്ന് വെച്ചാൽ ഗുരുവാണെന്ന് എഴുതാം. യുക്തപരഹ കഹ എന്ന് ചോദിച്ചാൽ നമുക്ക് ദീർഘമാണെന്ന് എഴുതാൻ പറ്റും. ഹ്രസ്വമായിട്ടുള്ളത് മാത്രമാണ് ലഘു. അതുകൊണ്ട് ആ 4 പോയിന്റ് ഒന്ന് നോക്കി വെക്കാം. സാനുസ്വാരഹ, വിസർഗാന്തഹ, ദീർഘ, യുക്തപരഹ. എന്നിട്ട് ഈ 4 എഴുതിയിട്ട് സമം ഗുരു എന്നൊന്ന് എഴുതി വെച്ചോളൂ. ഹ്രസ്വഹ എന്നുള്ളതിന്റെ സമം ലഘു എന്നൊന്ന് എഴുതിക്കോളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ മാത്രം കേട്ടോ. മനസ്സിലാവണ്ട? ഓക്കെ. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ അനുസരിച്ച് വരുമ്പോ ഗണം നിർണ്ണയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഗണം നിർണ്ണയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 അക്ഷരങ്ങളെയാണ്, വർണ്ണങ്ങളെയാണ് നമ്മൾ ഗണം എന്ന് പറയാ. അപ്പൊ ആ ഗണനിർണയത്തിന് ഓരോ ഗണത്തിലും 3 അക്ഷരങ്ങളുള്ള ആ ഗണത്തിനെ പല പേരുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനൊരു ശ്ലോകം ഉണ്ട്. നമുക്ക് മലയാളം നമുക്ക് നല്ലോണം കേട്ട് പരിചയം ഉണ്ടാവും. സംസ്കൃതം എങ്ങനെയാണ്? ആദിമധ്യാവസാനേഷു യരതാ യാന്തി ലാഘവം. യരതാ, ആദിമധ്യാവസാനേഷു, ആദിയില്, മധ്യത്തില്, അവസാനത്തില് ലഘു വന്നാല് യഥാക്രമം യഗണ, രഗണ, തഗണങ്ങള്. 1ാമത്തെ വരി എങ്ങനെയാണ്? ആദിമധ്യാവസാനേഷു യരതായാന്തി ലാഘവം. അപ്പൊ നിങ്ങളോട് ചോദിക്കാൻ ചിലപ്പോ ആദി ലഘുഹു കഹ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാൻ പറ്റണം? യഗണഹ എന്ന് എഴുതാൻ പറ്റണം. മധ്യ ലഘുഹു കഹ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാൻ പറ്റണം? രഗണം. അന്ത്യ ലഘുഹു കഹ എന്ന് വെച്ചാൽ തഗണം എന്ന് എഴുതാൻ പറ്റണം. അപ്പൊ അതിന്റെ മലയാള വരി എളുപ്പമാണ് കുറച്ചുകൂടി. ആദിമധ്യാവസാനം, ആദിമധ്യാന്ത വർണ്ണങ്ങൾ, ലഘുക്കൾ യരതങ്ങളിൽ, ഗുരുക്കൾ ഭജസങ്ങൾക്ക്, ഗണങ്ങൾ മാത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വരിയുണ്ട്. അപ്പൊ ഇത് സംസ്കൃതം ഉറപ്പിക്കാം. ആദിമധ്യാവസാനേഷു യരതായാന്തി ലാഘവം. ഭജസ ഗൗരവം യാന്തി. ഭജസ, ഗുരുക്കൾ വരുമ്പോ ആദി ഗുരു വരുമ്പോ ഭഗണം, മധ്യഗുരു വരുമ്പോ ജഗണം, അന്ത്യഗുരു വരുമ്പോ സഗണം. അപ്പൊ നമ്മള് ആദ്യത്തിലും മധ്യത്തിലും അന്ത്യത്തിലും ലഘുവും ഗുരുവും വരുന്ന രീതി പറഞ്ഞു. പിന്നെ മനൗത്തു ഗുരു ലാഘവം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് സർവഗുരു, എല്ലാം ഗുരുവായിട്ട് വരുമ്പോ നമുക്ക് ഏതാണ് അക്ഷരം വരിക? ഏതാണ് ഗണം വരിക? സർവഗുരുവായിട്ട് വരുമ്പോ അത് മഗണമാണ്. സർവ ലഘുവായിട്ട് വരുമ്പോഴോ നഗണമാണ്. അപ്പൊ എത്ര ഗണങ്ങളുണ്ട് ടോട്ടല്? 3 3 6 2 8 അല്ലേ? 3 3 6 2 8. യാ രാ ത ഭ ജ സ മഗണം നഗണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഇനി നമ്മൾ പറയുമ്പോ ഈ വൃത്തങ്ങളെ നമുക്ക് മാത്രാവൃത്തം, വർണ്ണവൃത്തം എന്നിങ്ങനെ 2 രീതിയിൽ പറയാം. മാത്രാവൃത്തം എന്നും വർണ്ണവൃത്തം എന്നും. എന്തെന്നാണ് മാത്രാവൃത്തം എന്ന് കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാത്രകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതും രണ്ടും മാത്ര എന്ന് പറഞ്ഞാൽ ഇത്ര മാത്ര ഒരു അളവാണ്. ആ അളവിന്, മാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മാത്രാവൃത്താണ്. അതിൽ ആര്യ എന്ന് പറഞ്ഞ ഒരു വൃത്തമാണ് നമുക്ക് കേട്ടിട്ട് സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, മാത്രാവൃത്തത്തിൽ ആര്യ, ഗീതി അതൊക്കെ മാത്രാവൃത്തങ്ങൾക്ക് ഉദാഹരണമാണ്. നമുക്ക് പഠിക്കാനുള്ളത് ആര്യയാണ്. അത് ഞാൻ ആ സമയത്ത് അതിന്റെ ലക്ഷണവും കാര്യങ്ങളും പറഞ്ഞുതരാം. അടുത്തത് വർണ്ണവൃത്താണ്. വർണ്ണവൃത്തം എന്ന് പറഞ്ഞാൽ വർണ്ണത്തിന് പ്രാധാന്യം കൊടുക്കുക. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരം അല്ലെ? അക്ഷരത്തിന് പ്രാധാന്യം കൊടുക്കുക, അതാണ് വർണ്ണവൃത്തം. അതിൽ നമ്മൾ സാധാരണ പഠിക്കുന്ന അനുഷ്ടുപ്പ്, വംശസ്ഥം, ഇന്ദ്രവജ്ര ഈ തുടങ്ങിയ സംഗതിക്കൊക്കെയാണ് വർണ്ണവൃത്തം എന്ന് പറയാം. ഇനി വർണ്ണവൃത്തം പറയണ സമയത്ത് അതിനൊരു
ഡിവിഷൻ ഉണ്ട്, അതൊന്ന് വിഭജിക്കുന്നുണ്ട്. അത് ഞാൻ ആ സമയത്ത് പറയാം. ഇപ്പൊ ഓർക്കുക, വൃത്തം ദ്വിവിധാണ്. മാത്രാവൃത്തമുണ്ട്, വർണ്ണവൃത്തമുണ്ട്. മാത്രാവൃത്തത്തിന് ഉദാഹരണങ്ങൾ ചോദിച്ചാല് ആര്യയും ഗീതിഹി അത് മുതലായവയാണ്. വർണ്ണവൃത്തങ്ങൾ ബാക്കി നമുക്കറിയണ അനുഷ്ടുപ്പും വംശസ്ഥവും ഇന്ദ്രവജ്രയൊക്കെയാണ്. ഓക്കെ, ഇനി മാത്രാവൃത്തത്തിലെ ആര്യ വൃത്തം പറഞ്ഞുകൊണ്ട് നമുക്കത് സിലബസിൽ കേട്ടിട്ട് സിലബസിലുള്ളതാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഓക്കെ, യസ്യാഹ പ്രഥമേ പാദേ ദ്വാദശമാത്ര തഥാ തൃതീയേപി അഷ്ടാദശ ദ്വിതീയേ ചതുർത്ഥകേ പഞ്ചദശ സാര്യ. ഇങ്ങനെയുള്ളവളാണ് ആര്യ. എങ്ങനെയുള്ളവള്? യസ്യാഹ പ്രഥമേ പാദേ, ആരുടെ ഒന്നാമത്തെ, അവളുടെ ഒന്നാമത്തെ വരിയിൽ, ആരുടെ ഒന്നാമത്തെ വരിയിലാണോ ദ്വാദശ മാത്ര 12 മാത്രകൾ ഉള്ളത്, തഥാ തൃതീയേപി അതുപോലെ മൂന്നിലും. അപ്പൊ ഒന്നാമത്തെയും മൂന്നാമത്തെയും വരിയില് 12 മാത്ര. ആര്യാന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിക്കോളൂ. 1 3 എത്രയാ? 12 മാത്ര. ഇനി അഷ്ടാദശ ദ്വിതീയേ, രണ്ടാമത്തെ പാദത്തില് അഷ്ടാദശ 18 മാത്ര. ചതുർത്ഥകേ അതായത് നാലാമത്തെ വരിയില് പഞ്ചദശ 15. ഇങ്ങനെയുള്ളത് ഏതിലാണോ അതാണ് ആര്യ എന്ന് പറയുന്ന മാത്രാവൃത്തം. ഒന്നുകൂടി, നമുക്ക് ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കാരണം ഡെഫിനിഷൻ ഒന്നും നോക്കിയിട്ട് നമുക്ക് വൃത്തം തിരിക്കാനും ഗണം തിരിക്കാനും ഒന്നും നമുക്ക് സമയം കിട്ടില്ല. അതിനുള്ള സൂത്രപ്പണികൾ പഠിച്ചു വെച്ച് എഴുതാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഓർത്താൽ മതി. പ്രഥമ പാദത്തിലും തൃതീയ പാദത്തിലും 12 മാത്രകളും, പിന്നെ 2ലും 4ലും, ദ്വിതീയ ചതുർത്ഥേ, ദ്വിതീയത്തില് 18, ചതുർത്ഥയില് 15. ഒന്ന് എഴുതി വെക്കാം. 1 3 12 മാത്ര, 2 18 മാത്ര, 4 15 മാത്ര. അത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് വർണ്ണവൃത്തങ്ങൾക്ക് പോവാണ്. വർണ്ണവൃത്തങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു എന്താ പറയാ സ്പ്ലിറ്റ്, ഒരു പിരിച്ചിലുണ്ട്. 3 തരാണുള്ളത്. സമവൃത്തമുണ്ട്, അർദ്ധസമവൃത്തമുണ്ട്, വിഷമവൃത്തമുണ്ട്. അതിൽ നമ്മുടെ ഭാഗ്യത്തിൽ വിഷമവൃത്തം ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല്. വിഷമവൃത്തം ഒന്നുമില്ല തോന്നുന്നു. സമവൃത്തവും അർദ്ധസമവൃത്തത്തിലും നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ട്. ഈ സമവൃത്തം എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? എല്ലാ വരികളിലും ഒരേപോലെ ഒരേ ഗണം തുല്യ എണ്ണ അക്ഷരം ഉണ്ടാവുക. എല്ലാ വരിയിലും 4 പാദങ്ങളിലും തുല്യമായ അക്ഷരങ്ങൾ ഉള്ളതിനെയാണ് സമവൃത്തം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? പേരിൽ തന്നെ നമുക്കറിയാം സമമായിട്ടുള്ളത് സമവൃത്തം. ഇനി അർദ്ധസമവൃത്തം. അപ്പൊ എന്താ അർദ്ധസമവൃത്തം എന്ന് പറയണത്? എന്താ? പകുതി സമമായിരിക്കും അല്ലെ? പകുതി മീൻസ് 1ഉം 3ഉം തുല്യമായിട്ടിരിക്കുക, 2ഉം 4ഉം തുല്യമായിട്ടിരിക്കുക. കുഴപ്പമില്ലല്ലോ. അപ്പോ ഒന്നാമത്തെ വരി മൂന്നാമത്തെ വരിയിലും തുല്യമായ അക്ഷരങ്ങൾ ഉണ്ടാവുക. അക്ഷരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗണം തിരിച്ചു നോക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അക്ഷരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സമവൃത്തത്തിലെ 4 വരിയിലും തുല്യ എണ്ണമാവും ഉണ്ടാവുക. അർദ്ധസമവൃത്തത്തില് 1ഉം 3ലും ഒരേ എണ്ണായിരിക്കും, 2ഉം 4ലും സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ വിഷമവൃത്തം എന്തായിരിക്കും? 4ലും 4 തരം. എങ്ങനെ വേണേലും ആവാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വർണ്ണവൃത്തങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലെ 3ആയിട്ട് പറയണു. സമവൃത്തം പറയണു, അർദ്ധസമവൃത്തം പറയണു, വിഷമവൃത്തം പറയണു. സമവൃത്തത്തില് 4 പാദങ്ങളിലും തുല്യ എണ്ണ അക്ഷരം ഉണ്ട് എന്ന് പറയണു. അതിന് കുറച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ദ്രവജ്ര, രഥോധത, ഉപജാതി, ശ്രദ്ധര എന്നൊക്കെ പറയണത് സമവൃത്താണ്. ഒന്ന് സമവൃത്തം എന്ന് പറഞ്ഞിട്ട് ഒന്ന് വരച്ചൊന്ന് എഴുതി വെക്കോ. അപ്പൊ കുറച്ച് എഴുതി വെച്ചാൽ മതി. ഞാൻ നോട്ട് ഞാൻ എന്ന് തരും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നാളെ എനിക്ക് സ്കൂളിൽ വാർഷികമാണ്. അപ്പോ നല്ല തിരക്കാ. അപ്പൊ അതുകൊണ്ട് ഒരു 12-ാം തീയതി പണി കൊടുക്കാണല്ലോ, അന്ന് നമുക്ക് ഞാൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ സമവൃത്തം ഏതാന്ന് എഴുതി വെക്കുക. ഇന്ദ്രവജ്ര, രഥോധത, ഉപജാതി, ശ്രദ്ധര. നമുക്ക് ചോദ്യം ചോദിക്കും ചിലപ്പോ, ഓപ്ഷൻ തന്നിട്ട് അധോദത്തേഷു സമവൃത്തം കിം ചോദിക്കും. എന്നിട്ട് തന്നിട്ട് ഈ 4 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ചെഴുതാം. അപ്പൊ ഏതൊക്കെയാ? ഇന്ദ്രവജ്ര, രഥോധത, ഉപജാതി, ശ്രദ്ധര. ഇനി ഇത് കേട്ടോ, വംശസ്ഥം, വസന്ത തിലകം, മാലിനി, ശാർദൂല ക്രീഡനം ഒക്കെ അതിൽ വരുന്നതാണ്.
അപ്പൊ തുടക്കം എഴുതി വെച്ചാൽ മതി. ഇന്ദ്ര, രഥോ, ഉപ, ശ്രദ്ധര, വംശ, വസന്ത എന്നൊക്കെ അങ്ങനെ എഴുതി വെക്കുക. മാലിനി, ശാർദൂല. പേരിന്റെ രണ്ടക്ഷരം കിട്ടിയ ബാക്കി നമുക്ക് അറിയാമല്ലോ, നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് വരും, നമുക്കത് ഇത്രയും ശീലമുള്ളതുകൊണ്ട്. ഓക്കെ, അർത്ഥസമവൃത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പുഷ്പിതാഗ്രയും വിയോഗിനിയാണ്. അർത്ഥസമവൃത്തത്തില് പുഷ്പിതാഗ്ര, വിയോഗിനി. ക്ലിയർ ആണല്ലോ? അതെ. അപ്പൊ സംശയം ചോദിക്കാനാണോ വന്നേ അതോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഏത് വൃത്തത്തിലേക്ക് പോവാണ്? വർണ്ണവൃത്തത്തിലെ പോവാണ് കേട്ടോ. വർണ്ണവൃത്തത്തിലെ അനുഷ്ടുപ്പാണ് നമ്മൾ ആദ്യം. അനുഷ്ടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 8 അക്ഷരേ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ നിയമം. പഞ്ചമം ലഘു സർവത്ര, സപ്തമം ദ്വിചതുർത്ഥയോഹോ, ഷഷ്ഠം ഗുരു വിജാനീയാത് ഏതത് ശ്ലോകസ്യ ലക്ഷണം. നമുക്കറിയാം ഇതാണ് ആ ശ്ലോകത്തിന്റെ ലക്ഷണം. എന്താണ് ശ്ലോകത്തിന്റെ ലക്ഷണം? പഞ്ചമം ലഘു സർവത്ര, സപ്തമം ദ്വിചതുർത്ഥയോഹോ. പഞ്ചമം ലഘു സർവത്ര, എല്ലാ വരിയിലെയും 5ാമത്തെ അക്ഷരം ഏതാണ്? ലഘുവാണ്. സപ്തമം ദ്വിചതുർത്ഥയോഹോ, സപ്തമ 2ാമത്തെയും 4ാമത്തെയും വരിയിലെ സപ്തമാക്ഷരം ഏതാണ്? അതും ലഘുവാണ്. പിന്നെ ഷഷ്ഠം ഗുരു വിജാനീയാത്, എല്ലാ വരിയിലെയും 6ാമത്തെ അക്ഷരം ഗുരുവാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഇതൊക്കെയാണ് ഈ അനുഷ്ടുപ്പ് വൃത്തത്തിന്റെ ലക്ഷണം. അപ്പൊ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, എല്ലാ വരിയിലെയും 5ാമത്തെ അക്ഷരം വർണ്ണം ലഘുവാണോ? ഓക്കെ, അപ്പൊ ആണെങ്കിൽ പിന്നെ അടുത്തത് ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. അവിടെ വേറെ അപ്പുറം ഒരു വൃത്തം വരാനില്ല, അത് അനുഷ്ടുപ്പാണ്. 8 അക്ഷരം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ചുറപ്പിക്കാം, അത് അനുഷ്ടുപ്പാണ്. നമ്മുടെ വേണമെങ്കിൽ ഒരു ഉദാഹരണം നമുക്ക് അറിയാവുന്നത് മാനീഷാദ പ്രതിഷ്ഠാംത്വം അഗമ ശശ്വതി സമാഹ എന്നുള്ളതൊക്കെ അനുഷ്ടുപ്പിൽ വരുന്നതാണ്. അനുഷ്ടുപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അനുഷ്ടുപ്പ് ഞാൻ നിർത്തി. അനുഷ്ടുപ്പിൽ 8 അക്ഷരാണ് കേട്ടോ. ഇനി 8 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത്, അപ്പൊ ഈ അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 8 നിർത്തിച്ചോളൂ. പിന്നെ വരുന്നത് 11 അക്ഷരാണ് കേട്ടോ. 11 അക്ഷരത്തിന്റെ ഇന്ദ്രവജ്ര. ഞാൻ ഈ 11 അക്ഷരാണ് കേട്ടോ പറയണ കാരണം എന്താണെന്നറിയോ? കാരണം 11 അക്ഷരം വരണേ നമുക്കൊരു 3-4 ഉണ്ട്. അത് ചിലപ്പോൾ നമുക്കൊന്ന് ഗണം തിരിച്ചു നോക്കിയിട്ട് ഏതാ വൃത്തം ഏതാ എന്ന് പറയേണ്ടി വരും. ബാക്കിയുള്ളതൊക്കെ അക്ഷരം എണ്ണി നോക്കിയിട്ട് കണ്ണടച്ചിട്ട് അങ്ങോട്ട് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പൊ പറയാൻ പോവാണ് ഇന്ദ്രവജ്ര 11 അക്ഷരം. ഇന്ദ്രവജ്ര എന്നൊരു ഐഫൺ ഇട്ടിട്ട് 11 എന്ന് എഴുതുക. ലക്ഷണം നമുക്കറിയാം. സ്യാദ് ഇന്ദ്രവജ്ര യതി തൗ ജഗൗക. സ്യാദ് ഇന്ദ്രവജ്ര, അത് ഇന്ദ്രവജ്രയാണ്. എങ്ങനെയാണെങ്കിൽ യതി തൗ ജഗൗഗ. തൗ മീൻസ് തഗണ, 2 തഗണങ്ങള്. പിന്നെ ജഗൗഗഹ, ജഗൗ, ഒരു ജഗണവും 2 ഗുരു. അപ്പൊ തഗണ ജഗണ ഗുരുദ്വയം. യസ്മിൻ എങ്ങനെയാ വരുന്നത്? പദേ തഗണ ജഗണ ഗുരുദ്വയം ഭവന്തി ചേത് തത്ര ഇന്ദ്രവജ്ര നാമ വൃത്തം സ്യാത്. ഇന്ദ്രവജ്രയുടെ എല്ലാ വരിയിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് ഇന്ദ്രവജ്ര ഏതിന്റെ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സമവൃത്താണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സമവൃത്തം മീൻസ് എല്ലാ വരിയിലും ഒരേ അക്ഷരാണ്. അപ്പൊ എല്ലാ വരിയിലും എങ്ങനെയാ വരിക? തഗണ ജഗണ ഗുരുദ്വയം. പ്രതിപാദം ക്രമേണ തഗണ ജഗണ ഗുരുദ്വയം ഭവന്തി ചേത് തത്ര ഇന്ദ്രവജ്ര നാമവൃത്തം സ്യാത്. ക്ലിയർ ആണല്ലോ? 11 അക്ഷരം. അടുത്തേക്ക് പോവാണ്. ഇന്ദ്രവജ്ര പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഉപേന്ദ്രവജ്രയെ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഉപേന്ദ്രവജ്രയുടെ ലക്ഷണം ഉപേന്ദ്രവജ്ര ജതജാസ്തതോഗൗ. ഉപേന്ദ്രവജ്ര ജതജാസ്തതോഗൗ. പിന്നെന്താ വരണത്? 2 ഗുരുവും വരുന്നുണ്ട്. ജഗണ തഗണ ജഗണം ഗുരുദ്വയം. പ്രതിപാദം എല്ലാ വരിയിലും അങ്ങനെയാണ് വരിക കേട്ടോ. ഉപേന്ദ്രവജ്ര ജതജാസ്തതോഗൗ. ജഗണം തഗണം ജഗണം 2 ഗുരു. ക്ലിയർ ആണല്ലോ? ഇതും എല്ലാ വരിയിലും അങ്ങനെ തന്നെയാ വരിക. അപ്പൊ ഇന്ദ്രവജ്രയും പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഉപേന്ദ്രവജ്രയും പഠിച്ചു. ഇന്ദ്രവജ്ര പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഉപേന്ദ്രവജ്ര പഠിച്ചു കഴിഞ്ഞു. ഇന്ദ്രവജ്രയ്ക്ക് ചെറിയൊരു വ്യത്യാസം ഉപേന്ദ്രവജ്രക്കിന്റെ. ഇന്ദ്രവജ്ര തുടങ്ങുന്നത് തൗ ജ ആണ്. അതായത് 2 തായും ജായും. തൗ ജ, താത്ത ജ. ഉപേന്ദ്രവജ്ര ജത ജ, താത്ത ജ ജത ജ. ഓക്കെ, അങ്ങനെ 2 ഇങ്ങനെ താളത്തിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലവിടെ ഇരിക്കും. ഇനി ഉപജാതിയാണ്. ഇത് 2ഉം കൂടി ചേരണതാണ്. അതായത് ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും കൂടി ചേരണതാണ് ഉപജാതി. അവിടെ എങ്ങനെയാ വരിക? ഒന്നാമത്തെ
ഒന്നാമത്തെ വരി ഏത് രീതിയിലും വരാട്ടോ. ഒന്നാമത്തെയും മൂന്നാമത്തെയും വരിയില് ഇന്ദ്രവജ്ര വന്നിട്ട് 2ഉം 4ഉം ഉപേന്ദ്രവജ്ര വരാം. 1ഉം 3ലും ഉപേന്ദ്രവജ്ര വന്നിട്ട് 2ഉം 4ലും ഇന്ദ്രവജ്രയും വരാം. ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് ഉപജാതി വരിക. ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും കൂടി ചേരുമ്പോഴാണ് എന്ത് വരിക? ഉപജാതി വരിക. അപ്പൊ ഉപജാതിയുടെ ലക്ഷണം നമുക്ക് അനന്തരോദീരിത ലക്ഷ്മഭാജോ പാദോ യദീയാദുപജാതയസ്താഹ നമ്മള് പഠിച്ചിട്ടുണ്ട്. ലക്ഷണം ഒന്നും ഇപ്പൊ കാണാണ്ട് പഠിക്കുക അല്ലെങ്കിൽ വേണ്ട, ഓർത്ത് വെച്ചാൽ മതി. അനന്തരോധി കേട്ട ബാക്കി നമ്മുടെ മനസ്സിൽ വരും. അനന്തരോദീരിത ലക്ഷ്മഭാജോ പാദോ യദീയാദുപജാതയസ്തഹ എന്നാണ്. ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. 1ഉം 3 ഒന്ന് ഇടവിട്ട വരികൾ, അതായത് 1ഉം 3ഉം അല്ലെങ്കിൽ 2ഉം 4ഉം. ആ 1ഉം 3ലും ഇന്ദ്രവജ്ര വന്നാല് 2ഉം 4ലും ഉപേന്ദ്രവജ്ര. 1ഉം 3ലും ഉപേന്ദ്രവജ്ര വന്നാല് 2ഉം 4ലും ഇന്ദ്രവജ്ര. ഇങ്ങനെ മിക്സ് ചെയ്ത് വരികളിൽ വരണേനെയാണ് നമ്മൾ ഉപജാതി എന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മൾ ഉപജാതിയും പഠിച്ചു. ഉപേന്ദ്രവജ്ര 11 തന്നെയല്ലായിരുന്നു? അതെ അതെ. ഉപജാതി അത് നമുക്ക് എളുപ്പം ഓർക്കാൻ എന്താണെന്നറിയോ? ഞാൻ നേരത്തെ നിങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞില്ലേ? അതായത് ആദ്യത്തത് താത്താജ, നമ്മളൊരു ഡാൻസിന്റെ സ്റ്റെപ്പായിട്ട് താത്താജ ഇന്ദ്രവജ്ര, താത്ത രണ്ടും താ, താത്താജ. അടുത്തത് പറയുമ്പോ ജ താജ, താത്താജ. അതൊരു നമ്മള് തെക്കേ തകതി എന്നൊക്കെ പറയണ മതി, ഓർത്താ മതി. താത്താജ ജ താജ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരണത് ഉപജാതി. ഓക്കെ, മിടുക്കി. അപ്പൊ അത് രണ്ടും പഠിച്ചു നമ്മള് ഉപേന്ദ്രവജ്ര. അത് കഴിഞ്ഞപ്പോ 11 അക്ഷരത്തിലാണ് നമ്മൾ നിക്കണത്. 11 അക്ഷരത്തിന്റെ അടുത്ത ആൾ ആരാന്ന് വെച്ചിട്ടുണ്ടോ? രഥോധതയാണ്. ഇപ്പൊ ഇന്ദ്രവജ്ര പറഞ്ഞു, ഉപേന്ദ്രവജ്ര പറഞ്ഞു, ഉപജാതി പറഞ്ഞു. ഇനി 11ൽ വരണത് രഥോധതയാണ്. നമുക്ക് ആ ഓർഡർ അനുസരിച്ച് തന്നെ എഴുതി പോവാം. അപ്പൊ രഥോധത എഴുതിക്കോളൂ. രഥോധത. രഥോധതയുടെ ലക്ഷണം രാന്നരാവിഹ രഥോധതാലഗോ എന്നാണ്. രാന്നരാവിഹ രഥോധതാലഗോ. ഞാന്ന് കട്ടി പറയണ്ട. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ 2 ഞാന്നുണ്ട് കേട്ടോ. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്. അത് ഞാൻ അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കും നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാന്ന് കൂട്ടി പറഞ്ഞാൽ അവിടെ 2 ഞാന്നുണ്ട് എന്ന് വിചാരിക്കേ ചെയ്യരുത്. ആ അപ്പുറത്ത് രാ വന്നതുകൊണ്ട് ആ നാക്കി കട്ടിപ്പ് വരിക എന്നുള്ളത് സ്വാഭാവിക നിയമമാണ്. അല്ലാണ്ട് അവിടെ 2 നഗണം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, ഇപ്പൊ രാന്നരാവിഹ അത്രയേ ഉള്ളൂ. രാ എന്നുള്ളത് രഗണം, എന്ന് പറഞ്ഞാൽ ഒരു നഗണം എടുത്താൽ മതി, പിന്നെയും രായാണ്. അപ്പൊ രഗണ നഗണ രഗണം. പിന്നെ ലഘു എന്ന് വെച്ചാൽ ലഘുവും ഗുരുവും വരുന്നതാണ് രഥോധത. അപ്പൊ തെറ്റിദ്ധരിക്കരുത്. രാന്നരാവിഹ എന്നുള്ളത് ഞാന് മനഃപൂർവ്വം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നടുവില് 2 നാ ഉള്ളതുകൊണ്ട് 2 നാ ഉണ്ടെന്ന്. ഇല്ലട്ടോ, 2 നാ ഇല്ല. ഒരു രായും പിന്നെ നഗണവും പിന്നെയും രഗണം. 2 രഗണത്തിന്റെ നടുവിൽ ഒരു നഗണം, അങ്ങനെ വരിക. അവസാനം ലഘുവും ഗുരുവും വരിക. 11 അക്ഷരേ ഉള്ളൂ. ഇപ്പൊ രാന്നരാവിഹ രഥോധതാലഗോ. നമ്മൾ കൗശികേ ക്ഷിതീശ്വരോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം ഒന്നും ഇപ്പൊ ഞാൻ പറയണില്ല. അപ്പൊ ലക്ഷണം ഓർത്ത് വെക്ക. രഗണ നഗണ രഗണം. നേരത്തെ 2 ജഗണത്തിന്റെ നടുവിൽ ഒരു തഗണം പഠിച്ചില്ലേ? ജ ത ജ. അതേതായിരുന്നു? ഏതേലാവട്ടെ, ഉപേന്ദ്രവജ്ര. അതേപോലെ ഇവിടെ 2 രഗണത്തിന്റെ ഇടയിൽ ഒരു നഗണം വരിക, രഗണത്തിന്റെ ഇടയിൽ നഗണം വരുന്നു. അപ്പൊ ഇതാണ് രഥോധത. അപ്പൊ അതും നമ്മൾ പഠിച്ചു കേട്ടോ. യെസ്. ഇനി നമുക്ക് അടുത്തതുള്ളത് വംശസ്ഥാണ്. വംശസ്ഥം 12 അക്ഷരാണേ. വംശസ്ഥം ഇതൊക്കെ എല്ലാം നമുക്ക് അറിയണതാണ്. വംശസ്ഥത്തിന്റെ ലക്ഷണം. വംശസ്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു ഐഫൺ ഇട്ടിട്ട് 12 തന്നെയാ മതി. ലക്ഷണമൊക്കെ നിങ്ങൾ ഒരു തുടക്കം മാത്രം എഴുതി വെക്കാം. ജതൗത്തു വംശസ്ഥം ഉദീരിതം ജരൗ. വംശസ്ഥം ഉദീരിതം. വംശസ്ഥം എന്ന് പറയണു. ആരെയാ പറയണത്? ജതൗ തു ജരൗ. ജതൗ, തൗ മീൻസ് തഗണദ്വയം അല്ലെ? അപ്പോ ജഗണ തഗണം.
ജഗണ തഗണം. അതിന് രണ്ടിനും കൂടിയാണ് പറയണത്, അല്ലാതെ തഗണത്തിനെ കൂടി ഡബിൾ ആക്കിയിട്ടല്ല കേട്ടോ. ജതവും എന്ന് പറയുമ്പോ ജഗണ തഗണവും, ജഗണ തഗണവും. അപ്പുറത്ത് ജരവും, ജഗണ രഗണവും. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് തൗ എന്ന് പറഞ്ഞാൽ ഡബിൾ തായല്ല. തൗ പറഞ്ഞാൽ ഡബിൾ തായല്ല. ജതൗ, ജായും രായും തായും കൂടി ചേർത്തിട്ട് ജതൗ പറഞ്ഞതാണ്. മീൻസ് ജഗണ തഗണൗ. യസ്മിൻ പാദേ ജഗണ തഗണൗ ജഗണ രഗണൗ യഥാക്രമം ഭവന്തി ചേത് തത്ര വംശസ്ഥം നാമവൃത്തം സ്യാത്. അതായത് ജഗണം തഗണം ജഗണം രഗണം. നമുക്ക് ഡാൻസിന്റെ സ്റ്റെപ്പ് പഠിക്കണ ആദ്യം പറഞ്ഞാൽ മതി. ജഗണ തഗണ ജഗണ രഗണങ്ങള് വരികളിൽ വരുമ്പോ അവിടെയാണ് വംശസ്ഥം എന്ന് പറയുന്ന വൃത്തം. 12 അക്ഷരം. ഉറപ്പല്ലേ? ജഗണ തഗണ ജഗണ രഗണങ്ങള്. അപ്പൊ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. 12 കഴിഞ്ഞു. ഇനി 12 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനുള്ളത് 14 എടുക്കാം. 14 ഉണ്ട്. വസന്ത തിലക. വസന്ത തിലകം എന്ന് പറയുന്നുണ്ട്, വസന്ത തിലക രണ്ടും ഉണ്ട് കേട്ടോ. മലയാളത്തിൽ വസന്ത തിലകം എന്നാണ്, സംസ്കൃതത്തിൽ വസന്ത തിലക ആണ് ശരിയെന്ന് എവിടേക്കോ ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം എന്ത് എഴുതാം? വസന്ത തിലക എന്ന് എഴുതിക്കോളൂ. രണ്ടും ശരി തന്നെയാവും. മലയാളത്തിലാണ് വസന്ത തിലകം എന്ന് പറയാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ലക്ഷണത്തില് വസന്ത തിലക എന്നാണ്. ഉക്ത വസന്ത തിലക തഭജ ജഗൗക. ഉക്ത വസന്ത തിലക. വസന്ത തിലക എന്ന് അവളെ വിളിക്കണു, അവളെ പറയണു. ആരെ? തഭജ, തഗണ ഭഗണ ജഗണ. പിന്നീട് ജഗൗക. ജഗൗക, ജഗണവും 2 ഗുരു. 14 അക്ഷരം ഉണ്ട് എന്ന് പറഞ്ഞു. 14 അക്ഷരം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉറപ്പിക്കാം 4 ഗണം മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. 4, 3, 12. പിന്നെ അവസാനം ഒരു ഗുരു ആണോ ലഘു ആണോ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ 2 ഗുരുവാണ്. അപ്പൊ ഉക്ത വസന്ത തിലക തഭജ ജഗൗക. മലയാളത്തിൽ പറയും ചൊല്ലാം വസന്ത തിലകം തഭജം ജഗംഗം. തഭജം ജഗംഗം, അങ്ങനെയാണ് മലയാളത്തിൽ അതിന്റെ വരിക. ക്ലിയർ അല്ലേ? വസന്ത തിലകത്തിന് എത്ര അക്ഷരാണ്? 14 അക്ഷരം ഉണ്ട്. അപ്പൊ എങ്ങനെയാ അതില് ഗണം വരിക? ത ഭ ജ ജ ഗൗ. തഗണ ഭഗണ ജഗണ ജഗണം. 2 ജഗണം വരുന്നുണ്ട് കേട്ടോ. തഭജ എന്നുള്ളതിൽ 1 ജഗണം വരുന്നുണ്ട്. അതിന്റെ ജഗൗക എന്നുള്ളതിൽ ജഗണം. അങ്ങനെ 2 ജഗണം ഉണ്ട്. അപ്പൊ തഗണ ഭൈ ഭഗണ ജഗണ ജഗണ ഗുരുദ്വയം ഭവന്തി ചേതത്ര വസന്ത തിലക നാമവൃത്തം സ്യാത്. സമവൃത്താണ്. അതുകൊണ്ട് എല്ലാ വരിയിലും 14 അക്ഷരം ഉണ്ടാവുക. എല്ലാ വരിയിലും ഇങ്ങനെ തന്നെയാണ് ഗണം വരികയും ചെയ്യാം. വസന്ത തിലകം നമ്മൾ പഠിച്ചല്ലോ. 14 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആളുള്ളത് പൊക്കോട്ടെ. ഞാൻ അടുത്ത വൃത്തത്തേക്ക് പൊക്കോട്ടെ. പോവാല്ലേ? 15 ഉള്ളത് മാലിനി വൃത്താണ്. മാലിനി 15 അക്ഷരം കേട്ടോ. മാലിനി നമുക്കറിയാം. മാലിനിയുടെ ലക്ഷണം എന്താണ്? നനമയ യയുതേയം മാലിനി ഭോഗിലോകൈഹി എന്നാണ്. നനമയ യുഗം 8 തട്ടണം മാലിനിക്ക് എന്ന് മലയാളംകാര് പറയും. നമുക്ക് എങ്ങനെയാണ്? അതെ, ഫോൺ വന്നതാ, പോട്ടെ. നനമയ യയുതേയം മാലിനി ഭോഗി ലോകേഹി. ന. അപ്പൊ 2 നഗണം. ന മ യ. അപ്പൊ എങ്ങനെയാ? 2 മഗണം യ. അതായത് 2 നഗണം ആദ്യം കിടക്കണു, അവസാനം 2 യഗണം കിടക്കണു, നടുവിലൊരു മഗണോ. അങ്ങനെ എത്ര ഗണം? 5 ഗണം. 5, 3, 15 അക്ഷരം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ശ്ലോകം തരുമ്പോ ആ ശ്ലോകത്തിന്റെ അക്ഷരം എണ്ണീട്ട് ഗണാണ്ട് എഴുതിയ ഏതാ വൃത്തം എഴുതിയ നിവൃത്തിയുള്ളൂ കേട്ടോ. അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങോട്ടൊക്കെ നല്ല എളുപ്പാ. 11 വരുമ്പോ മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളൂ. 12ഉം 13ഉം 12ഉം 14 ഒക്കെ വരുമ്പോ നമുക്ക് സുഖമായിട്ട്
അക്ഷരം എണ്ണീട്ട് ഗണാണ്ട് എഴുതിയാൽ മതി. ഇതിൽ നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള സരസിജമനുവിദ്ധം ശൈവലേനാഭിരമ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളത്തിലെ ശ്ലോകമൊക്കെ മാലിനിയുടെ ലക്ഷണമാണ്. അപ്പൊ നാനാമായയുതേയം മാലിനി ഭോഗിലേക്ക് ലോകേഹി. നമ്മളോട് എന്തായാലും ലക്ഷണം ഒന്നും എഴുതാൻ പറഞ്ഞ് ചോദിക്കില്ല. ആ ലക്ഷണം തന്നിട്ട് ഇത് ഏതാന്ന് ചോദിക്കും, നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ തെറ്റാണ്ട് എഴുതാൻ സുഖമായിരിക്കും. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ചോദിക്കും നഗണ നഗണ മഗണ യഗണ യഗണം, അത് ഏതിലാണെന്നൊക്കെ അവൻ ചോദിക്കുക. അപ്പൊ ഓർക്കുക, 2 നഗണത്തിന്റെയും 2 യഗണത്തിന്റെയും നടുവിൽ ഒരു മഗണം വന്നാല് മാലിന്യാണ്. ഇത്ര ഓർത്താൽ മതി. 15 അക്ഷരമുണ്ട്. ഏറ്റവും പ്രശസ്തമായിട്ട് നമ്മൾ പഠിക്കുന്ന അതിന്റെ ഒരു ഉദാഹരണ ശ്ലോകം സരസിജമനുവിദ്ധം ശൈവലേനാഭിരമ്യം എന്നുള്ള അഭിജ്ഞാന ശാകുന്തളത്തിലെ ശ്ലോകം. അപ്പൊ നമ്മുടെ 15 അക്ഷരം അവിടെ കഴിഞ്ഞു. ഇനിയുള്ളത് 17 അക്ഷരമുള്ളതാണ്. 17 അക്ഷരത്തില് ശിഖരിണി ഉണ്ട്, വരണ മന്ദാക്രാന്തയുണ്ട്. അതിൽ ശിഖരിണി നമുക്ക് നമ്മുടെ സിലബസിൽ അങ്ങനെ അതിനെ പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല. പക്ഷേ ഒരു തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ്ടായേ, ശിഖരിണിയുടെ ലക്ഷണം തന്നിട്ട് അല്ല ഗണം തന്നിട്ട് അത് ഏതാ വൃത്തം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ ശിഖരിണി അതുകൊണ്ട് വെറുതെ ഒന്ന് എഴുതി വെച്ചോളൂ. ശിഖരിണി രസൈ രുദ്രൈശ്ചിന്ന യമന സഫലാക ശിഖരിണി. ഇവിടെയൊക്കെ യതി വരും എന്ന് പറയട്ടോ. മാലിനിയില് 8ൽ തട്ടണം മാലിനിക്ക് എന്നൊക്കെ പറയണം. അവിടെ യതി വരിക എന്ന് പറയാം. അത് ഇന്നടത്ത് നിർത്തുക എന്നൊക്കെയാണ്. അതൊന്നും ഇപ്പൊ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ യതി എന്താണെന്നൊന്നും പറഞ്ഞു പോണില്ല. 7ഉം 8ഉം ഇതിലാണ് മാലിനിക്ക് യതി വരിക. അതൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ പറയണില്ല കേട്ടോ. പിന്നെ ഇവിടെ ശിഖരിണി പറഞ്ഞത് രസൈ രുദ്രൈശ്ചിന്ന യമന സഫലാക എന്ന് വെച്ചാൽ എന്താണ്? യമാന, അതായത് യഗണം, മഗണം, നഗണം, സഗണം, ഭഗണം, പിന്നെ ലഘുവും ഗുരും. അപ്പൊ ശിഖരിണി എന്നൊന്ന് വരച്ചിട്ട് താഴെ ഗണം ഏതൊക്കെയാന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. യ മ ന സ ഭ ലഘു ഗുരു. 17 അക്ഷരം കേട്ടോ. അത് 17 അക്ഷരമുള്ള 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേക്കണേ. അപ്പൊ ആദ്യത്തത് യഗണം വന്നാ പിന്നെ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കണ്ണടച്ചത് ശിഖരണിയാണെന്ന് എഴുതുക. ശിഖരിണി രസൈ രുദ്രൈശ്ചിന്ന യമന സഫലാക ശിഖരിണി എന്നാണ്. അപ്പൊ യമന സഫലാക എന്ന് പറയുന്നത് യ മ ന സ ഭ. 5 ഗണായില്ലേ? 5 3 15, ലഘുവും ഗുരു. ഓക്കെ, അപ്പൊ വരുമ്പോ അത് 17 അക്ഷരം. അപ്പൊ ശിഖരിണി. പിന്നെ 17 വരുന്നത് നമ്മുടെ മന്ത്രാക്രാന്ത. അത് ഭയങ്കര പറയാൻ ഒത്തിരി പ്രയാസമാണ്. മന്ത്ര ഇല്ലേ, മന്ദാക്രാന്ത എന്നാണ് കേട്ടോ. മന്ദാക്രാന്ത നമ്മുടെ സന്ദേശവൃത്തമാണത്. നമ്മുടെ കാളിദാസന്റെ കൃതികളിൽ കാണാൻ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച് കാണുന്ന വൃത്താണ്. ഓ, മേഘസന്ദേശത്തില് ഉള്ള സന്ദേശകാവ്യം. കാളിദാസന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വൃത്തമാണ് ഇത്. അത് ചിലപ്പോ ചോദിക്കാം. അപ്പൊ അത് മന്ദാക്രാന്താണ്. അപ്പൊ അതിനും 17 അക്ഷരാണ് കേട്ടോ. 17 അക്ഷരാണ്. വേണമെങ്കിൽ 4ഉം 6ലും ആണ് യതി എന്നൊന്ന് എഴുതി വെച്ചോളൂ. ശിഖരിണിക്ക് 6ഉം 11ഉം അക്ഷരങ്ങളിലാണ് യതി വരിക, നിർത്തേണ്ടി വരിക എന്നുള്ളത് ഒരു രീതിയാണ്. വേണേ ശിഖരിണിയുടെ അവിടെ 6, 11 യതി എന്ന് എഴുതി വെക്കാം. മാലിനിക്ക് ഞാൻ പറഞ്ഞു 7ഉം 8ഉം. അതൊന്ന് വെറുതെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ചിലപ്പോ നമ്മുടെ കഷ്ടകാലത്തിന് ചോദിച്ചാലോ. മാലിനിക്ക് 7ഉം 8ഉം അക്ഷരങ്ങളിലാണ് യതി. ശിഖരിണിക്ക് 6ഉം 11ലുമാണ്. നമ്മളിപ്പോ പറയാൻ പോണ മന്ദാക്രാന്തയ്ക്ക് 4ഉം 6ലുമാണ് യതി വരിക. അതിന്റെ ലക്ഷണം പറയണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട് നമുക്ക്. ലക്ഷണം പറയട്ടെ ഞാന്. മന്ദാക്രാന്ത ജലധി ഷഡഗൈ ഭൗന തൗതാദ്ഗുരു ചേത്. സംസ്കൃതം ആയാലും മലയാളം ആയാലും വായിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും അത്. അപ്പൊ എല്ലാരും മന്ദാക്രാന്ത ജലധി ഷഡഗൈ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും. അത്ര പഠിച്ചു വെച്ചാൽ മതി, ബാക്കി നമുക്കറിയാം. ഭൗന തൗതാദ് ഗുരു ചേന്നാണ്. അപ്പൊ അവിടെ വരുന്നത് എന്തൊക്കെയാണ് ഗണങ്ങൾ എന്നാണ്. ഇപ്പൊ ഭൗന എന്നൊക്കെ പറയുന്നത് എന്ത് ഗണമൊക്കെയാണ് വരുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം.
മഗണം. ടീച്ചർ ഇത് ഇങ്ങനെ പറഞ്ഞ പോലെ മന്ദാക്രാന്തം അഭനതദംഗം. മലയാളം പറയണതിന് കുഴപ്പമൊന്നുമില്ല, സംസ്കൃതം നമുക്ക് അറിയണ്ടേന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ. മഭന തതംഗം നാലുമാരേറ് അത് പറയണതിന് വിരോധം ഉണ്ടായിട്ടല്ല. മഭന തതംഗം എന്ന് ഓർത്ത് വെച്ചാലും മതി. ഇതിന്റെ കുഴപ്പമുള്ള എന്താണെന്നറിയോ? മന്ദാക്രാന്ത എന്ന് പറയുമ്പോൾ നമ്മൾ വെറും അഭന തതംഗത്തിൽ അവിടെ നിൽക്കും. ഈ ഭൗന ഗുരു ഭവേ ചേന്നുള്ളത് നമ്മൾ പറയേയില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കൂല. എപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേന്ന് വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓർത്തു വെക്കാൻ എളുപ്പം അത് തന്നെയാണ് മഭന തതംഗം. അതായത് മാ ഭ ന ത ത രണ്ട് ഗുരു, അതാണ് മന്ദാക്രാന്തത്തിൽ വരിക. ഒന്ന് എഴുതിച്ചോളൂ. മാ ഭ ന ത ത ഗുരുദ്വയം. അവിടെ ഇപ്പൊ ഞാൻ വിശദീകരിക്കണില്ല. ജലധി, സമുദ്ര എന്ന് പറയുന്നത് 4, ഷഡ്, 6, അഗ എന്ന് പറയുന്നത് പർവ്വതമാണ്. പർവ്വതം എന്ന് പറയുമ്പോൾ അവിടെ സപ്തകുല പർവ്വതങ്ങളുണ്ട്, അതുകൊണ്ട് 7. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ 4, 6 അങ്ങനെയൊക്കെയാണ് യതി വരിക എന്നൊക്കെയാണ് നിയമം. അപ്പൊ അതൊന്നും നമുക്ക് അറിയണ്ട. ഇതിന്റെ എഴുതി വെച്ചോളൂ. എത്ര അക്ഷരാണുള്ളത്? 17. എല്ലാ സന്ദേശ കാവ്യങ്ങളും മിക്കവാറും, എല്ലാം അല്ല, കാളിദാസന്റെ മിക്കവാറും ഇത് തന്നെയാണ് ലക്ഷണം വരിക. മന്ദാക്രാന്തയാണ് വൃത്തം വരിക, ലക്ഷണമല്ല വൃത്തം വരിക. അപ്പൊ മന്ദാക്രാന്ത കഴിഞ്ഞു. ഇനി അടുത്ത അക്ഷരം എത്രയാ നോക്കട്ടെ കേട്ടോ. ഇനി 2 കൂടി ഉള്ളൂ. ഇനി 19 ശാർദൂല വിക്രീഡിതം. ശാർദൂല വിക്രീഡത്തിൽ ഒരു അരട്ടിട്ട് 19 അക്ഷരം എന്ന് എഴുതിക്കോളൂ. അവിടെയും പറഞ്ഞ പോലെ നമ്മുടെ സംസ്കൃത വരി ചെറിയൊരു പ്രശ്നമല്ല, വായിക്കാൻ ചെറിയ പ്രയാസമുള്ള, എളുപ്പം മലയാളം തന്നെയാണ്. എന്നാൽ ഞാൻ സംസ്കൃതം പറയാം. സൂര്യാശ്വേർ മസജസ്തദാസ ഗുരവ ശാർദൂല വിക്രീഡിതം എന്ന് പറയാം. സൂര്യാശ്വേർ മസജസ്തദ സ ഗുരവ ശാർദൂല വിക്രീഡിതം. 19 അക്ഷരാണ്. മാ സ ജ, മാ സ ജ സ്തത എന്ന് പറയുമ്പോ സഗണ തഗണ തഗണ ഗുരു. മലയാളത്തിലെ വരി നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. 12 മസജം സതം ത ഗുരുവും ശാർദൂല വിക്രീഡിതം എന്നാണ് അതിന്റെ മലയാളം. അതായത് ഏതൊക്കെയാണ് ഗണം വരിക? മാ സ ജ, മസജം, മസജ, സ ത ത ഗുരു. ഇവിടെ പിന്നെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വേറൊരു ഇത്രയും അക്ഷരമുള്ളത് ഇല്ലാത്തത് കൊണ്ട്, 19 അക്ഷരമുള്ളത് നമ്മുടെ ഭാഗ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് എണ്ണി നോക്കി 19 അക്ഷരം ഉറപ്പിച്ച കണ്ണും കൂട്ടി നമുക്ക് ശാർദൂല വിക്രീഡിതം എന്ന് എഴുതാം. ഓക്കെ. സൂര്യാശ്വേർ മസജസ്തത സഗുരവ ശാർദൂല വിക്രീഡിതം, അല്ലെങ്കിൽ മസജം സതന്ത ഗുരു എന്നുള്ള അർത്ഥം. മസജം സതം, തം 2 താത്ത. മഗണ സഗണ ജഗണ സഗണ തഗണ തഗണ ഗുരു. ശാർദൂല വിക്രീഡിതം കഴിഞ്ഞാല് പിന്നെ നമുക്ക് ശ്രദ്ധരയാണുള്ളത്. ശ്രദ്ധരയും നമ്മുടെ കൂടെ അക്ഷരങ്ങൾ എണ്ണിയാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. 21 അക്ഷരാണ് കേട്ടോ ശ്രദ്ധര. ശ്രദ്ധര 21 അക്ഷരാണ്. ഇവിടെയും പറഞ്ഞാൽ മതി. നമ്മുടെ സംസ്കൃത ലക്ഷണത്തിരി വായിക്കാനും ഒത്തിരി പ്രയാസമുണ്ട്, എന്നാലും സാരല്ല. മ്രഭ്നൈർയാനാം ത്രയേണ ത്രിമുനി യതിയുതാ ശ്രദ്ധര കീർത്തിതേയം എന്നാണ് അതിന്റെ ലക്ഷണം. മ്രഭ്നൈർയാനാം ത്രയേണ ത്രിമുനി യതിയുതാ ശ്രദ്ധര കീർത്തിതേയം. 21 അക്ഷരാണുള്ളത്. അവിടെ 7ലും 14ലും 7 7ആയി 3 ഖണ്ഡം, 7ലും 14ലും യതി വരണു. പിന്നെ മരഭന യയം ശ്രദ്ധര എന്ന് മലയാളത്തിൽ പറയും. മരഭന യ യ യ, മരഭന യ യ യ.
അപ്പൊ എത്ര ഗണം? 1 2 3 4 5 6 7. 3 7 7 3 21 അക്ഷരം. ഓക്കെ. മാ രാ ഭ ന യ യ യ. മലയാളത്തില് അതിന് പറയാം മരഭനയയം. മാ രാ ഭ ന യ. അപ്പൊ അതും ഒക്കെയാണല്ലോ. ശ്രദ്ധരാ. ടീച്ചർ അതിന്റെ ഗണം ഒന്നുകൂടെ പറയോ? ഓ പറയാം. സംസ്കൃത വരി ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. ഇത് ഇത്തിരി പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ നിൽക്കണേ. മ്രഭ്നൈർയാനാം. മ്ര എന്ന് പറയുമ്പോ അവിടെ മാരാന്ന് എടുക്കുക. ഓക്കെ. ഭ്നൈർയാനം. ഭ്നൈ എന്ന് പറയുമ്പോ ഭായും നായും എടുക്കുക. പിന്നെ യാനാം 3 എണ്ണം ഉണ്ട്. യാനാം ത്രയേണ. യാകളുടെ എത്ര എണ്ണം? ത്രയം, 3 എണ്ണം. അപ്പോ മായും രാ. മ്ര എന്നുള്ളതിലെ മായും രായും നമ്മൾ എടുത്തു. ഭിനായിലെ ഭായും നായും നമ്മൾ എടുത്തു. അതിന്റെ കൂടെ യാനാം ത്രയേണ, യായുടെ 3 എണ്ണം. ക്ലിയർ ആയോ? അപ്പൊ മഗണ, രഗണ, ഭഗണ, നഗണ, യ 3 യഗണം. ഓക്കെ ആയോ? ഓക്കെ ആയി. മലയാളത്തിൽ വലിയ എളുപ്പമാണ്. പക്ഷെ ഞാൻ ആ മ്ര ഭ്ന ജ്ഞാനാം പ്രയണ എന്നുള്ളത് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ, അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. രഭനയം. അത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 അർത്ഥസമവൃത്തങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇത്രയും പറഞ്ഞത് ഞാൻ സമവൃത്തങ്ങളാണ് കേട്ടോ. ഇനി അർത്ഥസമവൃത്തം പറയാനുള്ളത് ഒന്ന് പുഷ്പിതാഗ്രേ, പിന്നെ വിയോഗിനിയാണ്. അപ്പൊ ഞാൻ അർത്ഥസമവൃത്തം എന്താന്ന് കാര്യം പറഞ്ഞു. ഒന്നുകില് ഈ രണ്ട് 1 3 ആവാം, അല്ലെങ്കിൽ 2 4 ആവാം. അവിടെയൊക്കെ 1 3 സെയിം ആയിട്ട് അക്ഷരങ്ങൾ വരിക, 2 4 സെയിം ആയിട്ട് അക്ഷരങ്ങൾ വരിക. അതിനെയാണ് അർത്ഥസമവൃത്തം എന്ന് പറയാ. അതിൽ ആദ്യത്തത് പറയാൻ പോണത് പുഷ്പിതാഗ്ര എന്ന് പറയണേ അർത്ഥസമവൃത്താണ്. അവിടെ അപ്പൊ നമുക്കതില് നമ്മൾ സാധാരണ സമം എന്ന് പറയുമ്പോ ഇത്രയൊന്നും ഓർച്ചിട്ടുള്ളൂ. സമം വിഷമം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അത് ഞാൻ ശ്ലോകം പറയുമ്പോ പറയാം. ഒന്നാമത്തെ പുഷ്പിതാഗ്രയുടെ ലക്ഷണം അയുജി ന യുഗരേഫതോ യകാരോ. അയുജി ന യുഗരേഫതോ യകാരോ യുജി ച നജോ ജരഗാശ്ച പുഷ്പിതാഗ്ര. അയുജി എന്ന് പറയുമ്പോ നമ്മള് 1-ാമത്തെയും 3-ാമത്തെയും വരിയിൽ അർത്ഥാക്കണം. 1-ാമത്തെയും 3-ാമത്തെയും എന്ന് പറയുമ്പോ സമം എന്നതിന് പറയാട്ടോ. 1 3 സമം എന്നും 2 4 വിഷമം എന്നാ പറയാ. 1 3 വരിക്കാണ് സമം എന്ന് പറയാ, 2 4 വരിക്ക് വിഷമം എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ 1 3 വരിക്ക് സാധാരണ പറയണ ഒരു പേരാണ്, അല്ലാണ്ട് അത് സമവൃത്തം വിഷമവൃത്തത്തിന്റെ അർത്ഥത്തേക്ക് അങ്ങോട്ട് പോണ്ടാട്ടോ, നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ 1-ാമത്തെയും 3-ാമത്തെയും വരിയില് അയുജി, അതാണ് അയുജി എന്ന് പറയണത്. 1 3 വരിയില് നയുഗം എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ന. അപ്പൊ ന രേഫതോ യകാരോ, ഒരു രേഫം, അതായത് രഗണം, പിന്നെ യഗണം. അപ്പൊ പുഷ്പിതാഗ്രാന്ന് എഴുതി. 1 3 വരികളില് നഗണ നഗണ രഗണ യഗണം, 4 ഗണം, 4 3 12 അക്ഷരം. ഓക്കെ ആണല്ലോ. നഗണ നഗണ രഗണ യഗണം, അതായത് ഇതിന്റെ ലക്ഷണം ന യുഗരേഫതോ യകാരോ എന്നാണ്. നയുഗം 2 നഗണം, രേഫം എന്ന് വെച്ചാൽ ഒരു രഗണം, പിന്നെയും യകാരം, പിന്നെ യകാരം. അപ്പൊ 2 നഗണം, പിന്നെ രഗണം, പിന്നെ യഗണം. എത്രാമത്തെ വരിയില്? 1-ാമത്തെയും 3-ാമത്തെയും വരിയില്. എത്ര അക്ഷരം വരും അപ്പൊ 1-ാമത്തെയും 3-ാമത്തെയും വരിയില്? 12 അക്ഷരം. ഇതൊക്കെ എഴുതി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു എഴുതിക്കോളൂ കേട്ടോ. 1 3 12 അക്ഷരം. ഇനി ദ്വിതീയ യുജി എന്ന് പറയുന്നത് 2-ാമത്തെയും 4-ാമത്തെയും വരിയില് നജോ ജരഗാശ്ച പുഷ്പിതാഗ്ര. നജോ എന്ന് പറയുന്നത് എന്താണ്? നഗണുണ്ട്. ജൗ എന്ന് പറയുമ്പോ ഇവിടെ നജോ എന്നുള്ള ഒറ്റ മിനിറ്റ്, എന്റെ മൊബൈൽ ഒന്ന് കുത്തിയേക്കട്ടെ.
ഓക്കെ, കേൾക്കാണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് ചാർജ് വല്ലാണ്ടായിട്ട് 4% പറയട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചേക്കണേ യുജി എന്ന് പറയുന്നത് ദ്വിതീയ പാദത്തിലും ചതുർത്ഥ പാദത്തിലും 2, 4 നജൗ ജരഗാശ്ച. അവിടെ ആ നജോ എന്നുള്ളത് നഗണ ജഗണോ എന്ന് അർത്ഥം എടുക്കുമ്പോൾ നമുക്ക് നഗണ ജഗണം. പിന്നെ ജരഗാശ്ച ജര ഗാഹ് 2 ഗുരു ഉണ്ട്, ജഗണ രഗണ ഗുരുവും. അപ്പൊ നോക്കിയാട്ടെ, യുജിയില് നജോ നഗണ ജഗണം 2 ഗണം കിട്ടിയേ, ജര പിന്നെ ജഗണ രഗണം. അപ്പൊ 4 ഗണം കിട്ടിയേ, 4, 3, 12. പിന്നെ എന്തുണ്ട്? ഒരു ഗുരു ഉണ്ട്. അപ്പൊ എത്രണ്ണായി? 13 അക്ഷരം. രണ്ടാമത്തെയും 4-മത്തെയും വരിയില് 13 അക്ഷരം. 1-മത്തെയും 3-മത്തെയും വരിയില് 12 അക്ഷരം. 1-മത്തെയും 3-മത്തെയും വരിയില് 4 ഗണം, 2 നഗണവും പിന്നെ രഗണവും പിന്നെ യഗണവും. 2ഉം 4ഉം വരിയില് 13 അക്ഷരം ഉണ്ട്. അതെങ്ങനെയൊക്കെയാ? നഗണം പിന്നെ 2 ജഗണം, നഗണം പിന്നെ 2 ജഗണം, പിന്നെ ഒരു രഗണം വരണു, പിന്നെ ഗുരുവും. അപ്പൊ നമുക്ക് സാമാന്യമായിട്ട് 4 ഗണം ഉണ്ടപ്പോ തന്നെ 12 അക്ഷരമായി. പിന്നെ ഒരു ഗുരുവും കൂടി വന്നുകൊണ്ട് 13 അക്ഷരം. ഇങ്ങനെ വരുമ്പോഴാണ് പുഷ്പിതാഗ്ര എന്ന് പറയുന്ന അർത്ഥസമവൃത്തം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണു. ഇത് ഞാൻ ഇനി പറയണോ? ഓക്കെ. അടുത്തത് വിയോഗിനി. വിയോഗിനിയും കൂടി പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ടൊക്കെ കടകൾ അത്യാവശ്യമുള്ളതൊക്കെ ആയി. അർത്ഥസമവൃത്താണ് വിയോഗിനി. ലക്ഷണം ഇങ്ങനെയാണ്: വിഷമേ സസജ, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചും പറയാം, സസജാ വിഷമേ ഗുരു സമേ സഭരാലോധ ഗുരുർ വിയോഗിനി. വിഷമേ സസജ ഗുരു സമേ. 2 ഗ്രന്ഥത്തിൽ 2 രീതിയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ 2ഉം വായിച്ചത് കേട്ടോ. ഞാൻ ഇത് തന്നെ പറയാം: വിഷമേ സസജ ഗുരു സമേ സഭരാലോധ ഗുരുർ വിയോഗിനി. വിഷമേ, വിഷമത്തില് എന്ന് വെച്ചാൽ 1ഉം 4ഉം വരിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു 1ഉം 4ഉം വരി നമുക്ക് വിഷമം എന്ന് പറയാം. 2ഉം 3ഉം ആ വരിയെ നമുക്ക് സമം എന്ന് പറയാം. ഇവിടെ അങ്ങനെയാണ്. ഏതിലായാലും കുഴപ്പമില്ല കേട്ടോ. നേരെ തിരിച്ചു ആയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. 2 വരി സെയിം ആവണം എന്നേ ഉള്ളൂ. അത് ഏതും ആവാം. ഓക്കെ. അപ്പോ ഒന്നുകൂടി ലക്ഷണം പറയാം ഞാന്: വിഷമേ സസജ ഗുരു സമേ സഭരാലോധ ഗുരു വിയോഗിനി. സമപാദങ്ങളില് എന്താ പറഞ്ഞിരിക്കുന്നത്? സസജ ഗുരു, സ ഗുരു, സഗണ ജഗണം ഗുരു, സ ഗുരു. അപ്പൊ എത്ര അക്ഷരം ഉണ്ട്? സ ഗുരു പറയുമ്പോ 3 ഗണം 3, 9, 10. ഇനി വിഷമേ സഭരാലോധ ഗുരു വിയോഗിനി. അടുത്തതില് സഗണ ഭഗണ രഗണവും ഒരു ലഘുവും ഗുരുവും. സഗണ ഭഗണ രഗണം 3 ഗണം. അപ്പൊ 3, 9, ലഘുവും ഗുരും 10, 11 അക്ഷരം. ഇങ്ങനെ വരുന്നതാണ് വിയോഗിനി. സഗണ ജഗണങ്ങള് 2 പാദങ്ങളിൽ വരും. പിന്നെ സഗണ ഭഗണ രഗണവും ഒരു ലഘുവും ഗുരുവും വേറെ 2 പാദങ്ങളിൽ വരും. അതായത് 1ഉം 3ലും സഗണവും ജഗണവും വന്നാൽ, 1ഉം 3ഉം വരികളില് സഗണവും ജഗണവും വന്നാൽ, അതായത് 3, 9 അക്ഷരം വന്നാൽ, അടുത്ത 2ഉം 4ലും സഗണ ഭഗണ രഗണങ്ങളും ഒപ്പം ലഘുവും ഗുരുവും ഉണ്ടാവും. അപ്പൊ 3, 9, 10, 11 അങ്ങനെ വന്നാൽ അവിടെയാണ് വിയോഗിനി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 2 വരികളില് സമപാദങ്ങളിലാവാം, 2 വരികളില് 3 ഗണങ്ങളും. ഏത് ഗണൊക്കെയാ? സസജ. സസജം വിഷമത്തിലും സമത്തിൽ സഭരം ഗുരുവും വിയോഗിനി എന്നാണ് അതിന്റെ മലയാളം. പക്ഷെ മലയാളം നമുക്ക് വേണ്ട, ഓർത്തെടുക്കാൻ നല്ലതാണെങ്കിൽ കൂടി സസജ.
2 വരികളില് സാസാജ, പിന്നെ 2 വരികളില് സാഭാര, ഒപ്പം ലഘു ഗുരു ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അതേതാണ്? വിയോഗിനി. ഇനിയിപ്പോ ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മുടെ കിരാതാർജുനീയത്തിലെ ശ്ലോകം ഉണ്ടല്ലോ, സഹസാവിധീത ക്രിയാമ വിവേക പരമാപദാമ്പദം എന്നൊക്കെ ഉള്ള അതേതാന്ന് നമുക്ക് ഗണം തിരിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി പറയാം. പക്ഷെ അത് വിയോഗിനിയുടെ ലക്ഷണമാണ്, ഉദാഹരണമാണ്. ഒന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. കിരാതാർജുനീയത്തിലെ സഹസാവിധീത ക്രിയ. ഇപ്പൊ നമ്മള് ഏതോ ഒരു ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിലാണ് തോന്നും, 10ൽ സുഭാഷിതം. 10 സുഭാഷ്. അത് നമ്മുടെ വിയോഗിനിയുടെ ലക്ഷണമാണ് ചേച്ചി. ലക്ഷണമല്ല, ഉദാഹരണമാണ്. സഹസാവിധീത എന്ന ക്രിയ. ഇപ്പൊ ഏതാണ്ട് നമ്മുടെ സമയം കഴിയാറായി. ഇനി ഞാനൊരു ഇതൊന്ന് ചോദിച്ച ഒരു മെയിനായിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ ഞാൻ തപ്പിയപ്പോ എനിക്ക് കിട്ടിയതും കൂടി ഒന്ന് ഞാൻ പറയാം. അപ്പൊ നമ്മള് തുടങ്ങിയത് ഛന്ദശാസ്ത്രം എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ, ഛന്ദശാസ്ത്രം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ ഈ ഛന്ദശാസ്ത്രത്തിന് അല്ലെങ്കിൽ വൃത്തശാസ്ത്രത്തിന്റെ, ഛന്ദശാസ്ത്രത്തിന്റെ വേറൊരു പേര് വൃത്തശാസ്ത്രം എന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു തവണ അങ്ങനെ ചോദിച്ചു കണ്ടു. വൃത്തശാസ്ത്രസ്യ അപരനാമ. അപ്പൊ ഛന്ദശാസ്ത്രമാണ്, നമുക്കറിയാം. എന്നാലും ഇനിയിപ്പോ പെട്ടെന്ന് നമുക്ക് കർണല്ലാണ്ടി ചില സമയത്ത് വേണ്ട ഉത്തരം അറിയെങ്കിലും കിട്ടാണ്ട് വരുമല്ലോ. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ വൃത്തശാസ്ത്രത്തിന്റെ അപരനാമം ഛന്ദശാസ്ത്രമാണ്. ഇത്ര സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചാൽ ചില സമയത്ത് കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് പറഞ്ഞോളൂ. ഛന്ദശാസ്ത്രത്തിന്റെ വിജ്ഞാതാവ് പിങ്കള, അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മള് വേദാംഗങ്ങൾ പറയുന്നുണ്ട്. വേദാംഗങ്ങൾ പറയുമ്പോ വേദത്തിന്റെ ഏത് പാർട്ടായിട്ടാണ് ഛന്ദശാസ്ത്രത്തെ പറയണത്? ഛന്ദഹ പാദൗത്തു വേദസ്യ. അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, അറിയുന്ന കാര്യം തന്നെയാണ്, അതിലൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഛന്ദഹ പാദൗത്തു വേദസ്യ. വേദപുരുഷനായിട്ട് ഈ പറയുമ്പോ അതിന്റെ പാദമായിട്ടാണ് ഛന്ദശാസ്ത്രത്തെ നമ്മൾ പറഞ്ഞു വെച്ചേക്കണേ. പിന്നെ വൃത്തരത്നാകരൻ കേദാര ഭട്ടനാണെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ വേറെ റെഫറൻസ് ഒന്നും കിട്ടിയില്ല. ഞാനൊരു ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇതാണ് എനിക്ക്. കാളിദാസൻ ഒരു വൃത്തശാസ്ത്ര ഗ്രന്ഥം എഴുതിയെന്ന് പറയപ്പെടുന്നുണ്ട് ഇത്രേ. അതിന്റെ പേര് ശ്രുതബോധം എന്നാണ്. അതിനെ കുറിച്ച് കൂടുതൽ അറിവ് എനിക്കില്ല. എനിക്ക് റെഫർ ചെയ്തപ്പോ കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാളിദാസൻ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു വൃത്തശാസ്ത്ര ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് ഞാൻ കണ്ട ഒന്നാണ് ശ്രുതബോധം. പിന്നെ ഏതാണ്ട് 13,21,00,000 വൃത്തങ്ങൾ ഉണ്ട് അത്ര കേട്ടോ. ഏതൊക്കെയാന്ന് എന്നോട് ചോദിക്കരുതേ, എനിക്കറിയില്ല. എവിടെ നിന്നോ എനിക്ക് കേട്ടൊരു അറിവാണ്. 13 നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങളെ നമ്മളുടെ ഹൈസ്കൂളിലെ ടെക്സ്റ്റ് ബുക്കില് ഏതെങ്കിലും വരികൾ നമ്മളുടെ പ്രസിദ്ധ മഹാകാവ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ശ്ലോകങ്ങൾ എടുത്ത് പരാമർശിച്ചതുണ്ടെങ്കിൽ ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത് സൂചിപ്പിച്ചെന്നാ ഒന്നുകൂടി. ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ടെക്സ്റ്റിൽ ഞങ്ങള് വൃത്തങ്ങളും അലങ്കാരങ്ങളൊന്നും വല്ലാണ്ട് സ്പഷ്ടമായിട്ട് പറയില്ല പുതിയ ടെക്സ്റ്റിൽ. പക്ഷെ കഴിഞ്ഞ വർഷത്തതുണ്ട്. അത് എനിക്ക് സമയം തന്ന അടുത്ത ഞാൻ നോട്ടിന്റെ കൂടെ ഞാൻ ചെയ്തുതരാം. ഇപ്പൊ നമ്മള് ഇത്രയും കാര്യമാണ് എനിക്ക് പറഞ്ഞു തരാൻ അറിയാം. വൃത്തം 2 തരം ഉണ്ട് പറഞ്ഞു. മാത്രയുണ്ട്, വർണ്ണവൃത്തമുണ്ട്. മാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മാത്രാവൃത്തം, വർണ്ണത്തിന് അക്ഷരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വർണ്ണവൃത്തം എന്ന് പറഞ്ഞു. അതിൽ മാത്രാവൃത്തത്തിന്റെ ഉദാഹരണം ആര്യ, ഗീതി മുതലായവയാണ്. വർണ്ണവൃത്തം ബാക്കി നമ്മൾ പഠിച്ച് അനുഷ്ടുപ്പ്, വംശസ്ഥം മുതലായിട്ടുള്ളതൊക്കെ വർണ്ണവൃത്താണെന്ന് പറഞ്ഞു. അവിടെ നിന്നിട്ട് പിന്നെ വർണ്ണവൃത്തങ്ങള് സമവൃത്തം, അർദ്ധസമവൃത്തം, വിഷമവൃത്തം എന്ന് പറയുന്നുണ്ട്. സമവൃത്തം 4 പാദങ്ങളിൽ തുല്യാണ്. അർദ്ധസമവൃത്തത്തിൽ 1ഉം 3ഉം തുല്യാണെങ്കിൽ 2ഉം 4ഉം തുല്യാവും. വിഷമവൃത്തത്തിലാണെങ്കിൽ 4ലും വ്യത്യാസം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. പിന്നെ നമുക്ക് കേട്ടറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതില് അനുഷ്ടുപ്പ് വരേണ്ട 8 അക്ഷരാണെന്ന് പറഞ്ഞു. ഇനി ലക്ഷണം പറയില്ല, അക്ഷരങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. ഇന്ദ്രവജ്രയിലും ഉപേന്ദ്രവജ്രയിലും ഉപജാതിയിലും രഥോധതയിലും 11 അക്ഷരാണെന്ന് പറഞ്ഞു. ഇതിലൊക്കെ ആദ്യത്തെ ഗണം ഏതാന്ന് നോക്കിയാൽ മതി, പിന്നെ അങ്ങോട്ട് നോക്കാൻ പോകരുത്. ആദ്യത്തെ ഗണം രഥോധത ഇന്നതാണെന്നുണ്ടെങ്കിൽ അത് രഥോധത,
തകണാണെങ്കിൽ ഇന്ദ്രവജ്രം, അങ്ങനെ ഉപേന്ദ്രവജ്രക്ക് ജഗ, അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് പോവുക. ഉപജാതി മാത്രം വേണമെങ്കിൽ ഒന്ന് ശരിക്കും നോക്കേണ്ടി വരും. പിന്നെ വംശസ്ഥത്തിൽ 12 അക്ഷരം ഉണ്ടെങ്കിൽ വംശസ്ഥാണ്, 14 അക്ഷരമാണെങ്കിൽ വസന്തതിലകാണ്, മാലിനിക്ക് 15 അക്ഷരാണ്, മന്ദാക്രാന്തയ്ക്കും ശിഖരിണിക്കും 17 അക്ഷരാണ്. അതിൽ ശിഖരിണി നോക്കുമ്പോൾ നമുക്ക് യഗണം തുടക്കം ആദ്യം വന്നു വെച്ചാൽ അത് നമ്മൾ ശിഖരിണിയാണെന്നാണ്ട് ഉറപ്പിക്കുക. പിന്നെ ആദ്യത്തെ ഗണം മാത്രം നോക്കിയിട്ട് 17 എണ്ണത്തിന് 2 പഠിക്കാനുള്ളതുകൊണ്ട് ആദ്യത്തെ ഗണം മാത്രം നോക്കിയിട്ട് ഏതാന്ന് ഉറപ്പിക്കാം. മന്ദാക്രാന്തി ശിഖരിണിയാണ്, രണ്ടും 17 അക്ഷരാണ്. പിന്നെ ശാർദൂല വിക്രീഡിതം 19 അക്ഷരാണ്. ശ്രദ്ധര നമുക്ക് 21 അക്ഷരാണ്. പിന്നെ 2 അർത്ഥസമവൃത്ത പറഞ്ഞത് പുഷ്പിതാഗ്രയും വിയോഗിനിയും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഓടിച്ച് പറഞ്ഞത്. എത്രത്തോളം വൃത്തിയായി എന്നൊന്നും അറിയില്ല. നോട്ട് തയ്യാറാക്കാൻ, മീൻസ് നിങ്ങൾക്ക് സ്ലൈഡ് തയ്യാറാക്കാൻ എനിക്ക് അറിയാനിട്ടല്ല, അറിയാം, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. ഒന്നാമത് മിനിഞ്ഞാന്നാണ് എന്നോട് പ്രസാദ് മാഷ് പറയണത്, എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഊട്ടിയിലാണ്, ഊട്ടിയിൽ നിന്ന് സ്റ്റാഫ് ടൂർ പോയേക്കാണ്, ഇന്നലെ ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ വാർഷികമാണ്. ഞാൻ കഷ്ടകാലത്തിന് എൻ്റെ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. അപ്പോൾ 120-120ഓളം സ്റ്റാഫ് ഉണ്ട്. അത്ര എളുപ്പമല്ല, കൈമത്തി ഒന്നല്ല സുചേച്ചി, പ്രാരാബ്ധം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നാളെ വാർഷികമാണ്. വാർഷികത്തിന് കഴിഞ്ഞ മറ്റന്നാൾ ഞാൻ ഫ്രീ ആവുമെന്ന് വിചാരിക്കണം. അപ്പോ മറ്റന്നാള് ഞാൻ ഇരുന്നിട്ട്, എന്തായാലും സ്ട്രൈക്ക് ആണല്ലോ, നോട്ട് തയ്യാറാക്കി വൃത്തിയിൽ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അതിന് ഉത്തരം അറിയാം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഞക്കി നിശല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞുതരും. അതിലൊന്നും മടിയില്ല. ഓക്കെ. പ്രസാദ് മാഷ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. സമൂഹ മാഷ് ചെയ്തോളൂ. പിന്നെ വിദ്യാലക്ഷ്മി ടീച്ചറെ നമസ്കാരമുണ്ട്. ഓ സമ്പത്തെ, സന്തോഷം. വിദ്യാലക്ഷ്മി ടീച്ചർ ഞാനും മങ്കടയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കടുകുമ്പല സ്കൂളിൽ ടീച്ചറുള്ളപ്പോൾ അവിടെ നിന്ന് ടീച്ചർ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങനെ പോയത്. 1-2 വർഷം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ടീച്ചർ KSF സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സംഘടനയുടെ നെടുന്തോളം എന്നൊക്കെ പറയുന്ന ഒരു പ്രവർത്തകയാണ് ടീച്ചറെ. ഞങ്ങളുടെ പുതിയ സംരംഭമാണ്, ഒറ്റയടിക്ക് ഞങ്ങൾ തുടങ്ങിയൊരു പ്രോഗ്രാമാണ്, 2ാമത്തെ ദിവസമാണ്. ടീച്ചർ തന്നെ ബുക്ക് കിട്ടി ഫോണിൽ ടീച്ചർ വിളിക്കുന്ന സമയത്ത് ഞാൻ കാറുണ്ടായിരുന്നു. ടീച്ചർ കൂട്ടിയുള്ള പേരൊക്കെ പ്രസാദ് മാഷ് എന്നോട് പറഞ്ഞിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എവിടേക്കോ കേട്ടുകളിവുണ്ട് എന്ന് പറഞ്ഞാൽ എവിടേക്കോ നമ്മൾ പഠിച്ചു പോയ സാധനങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ പരീക്ഷയ്ക്ക് എന്ന അർത്ഥത്തിൽ തന്നെ ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞെടുക്കും പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു. നാളെ 8:30 നമുക്ക് അടുത്ത വിഷയവുമായിട്ട് കാണാം. പുതിയ ലിങ്ക് ആയിരിക്കും എന്നൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. അസ്തു പുനർമിലാമ.
you